എല്ലാവർക്കും അമ്മു സനൂസ് യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസത്തിന് ശേഷം എൻ്റെ മിനിയേച്ചർ കിച്ചണായി വന്നേക്കാണ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സന്തോഷം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ. ഇത് കണ്ട എൻ്റെ മിനിയേച്ചർ വീഡിൽ കണ്ട പൂക്കളൊക്കെ നല്ലോണം വീട് നിൽക്കുന്നുണ്ട്. ഞാൻ മിനിയേച്ചർ വീട്ടിൽ കണ്ട മിന്നൊക്കെ ഇരിക്കുന്നുണ്ട്. മിന്നുവിൽ കാണാൻ എന്തൊരു രസമാണ്. ഞാൻ ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ട പൂവ് ഇത് പോസ്റ്റ് ഇതാക്കുന്ന പെട്ടിയാണല്ലോ. നമുക്കിതിലൊരു കത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഒന്ന് എടുത്ത് നോക്കാം. അയ്യോ എൻ്റെ അമ്മേ, എന്തൊരു കാറ്റ്! വീടൊക്കെ ഇളകുന്നുണ്ടല്ലോ. വീട് ഇളകി പറന്ന് പോവുന്നാവോ? നമുക്ക് കത്ത് പൊളിച്ച് നോക്കാം. ഇതുകൊണ്ട് ഇളകുന്ന അയ്യോ കാറ്റ് എൻ്റെ അയ്യോ എൻ്റെ അമ്മച്ചി, ആ കാറ്റേ എൻ്റെ വീട് കൊണ്ടുവന്നേ. വീട് പൊളിഞ്ഞു ചാടുമെന്നാവോ? എന്തായാലും നമ്മുടെ കത്തൊന്ന് വായിച്ചു നോക്കട്ടെ. ഹാപ്പി ന്യൂ ഇയർ എന്ന് എഴുതി തന്നിട്ടുണ്ട് മിന്നുവിൻ്റെ കൂട്ടുകാരത്തി. താങ്ക് യു മിന്നുടെ കൂട്ടുകാരത്തി. കണ്ടോ, കിളിക്കൂടിൽ മുട്ടയൊക്കെ വിരിഞ്ഞു നിന്നിട്ടുണ്ട്. കണ്ടോ കിളിക്കൂട്, അതിൽ മുട്ടയൊക്കെ വിരിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതെൻ്റെ കോഴിയാണ്. ഇപ്പോഴാണ് നേരിട്ടൊന്ന് അവരുടെ അമ്മേനെ കാണുന്നേ. നല്ല ഭംഗിയുണ്ടല്ലേ അമ്മേനെ കാണാൻ. കുറുക്കച്ച, നീലക്കുറുക്കച്ച എന്താ ഇവിടെ വന്നിരിക്കുന്നേ? എനിക്കിന്ന് ഒന്നുണ്ടാക്കി തന്നിട്ടില്ലല്ലോ ഹാപ്പി ന്യൂ ഇയർ ആയിട്ട്. എന്താ ഉണ്ടാക്കി തരാത്ത അമ്മ? എനിക്ക് സേമിയ പായസം വെച്ച് തരുമോ അമ്മൂസേ? ആ, അതിനെന്താ, ഞാൻ വെച്ച് തരാലോ. ഞാൻ എന്തായാലും കരുതി നാളെ വെക്കാമെന്ന്. ഇനി പാഴാക്കണ്ട, ഇന്ന് വെക്കാം. അതിനായിട്ട് ഞാനിവിടെ പാല് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ പാല്? എന്നിട്ട് കണ്ടോ, സേമിയൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ പൊടിയാക്കിയതാണ്. ഓയിലുണ്ട്, പഞ്ചസാരയുണ്ട്. അയ്യോ, ഞാൻ സേമിയ തുറന്ന് കാണിച്ചു തരാൻ പറഞ്ഞല്ലോ. എന്തായാലും സേമിയ തുറന്ന് കാണിച്ചു തരാം. കണ്ട, ഇതാണ് സേമിയ. ഞാൻ പകുതിയാക്കി വെച്ചതാണേ. ഇനി നമുക്ക് ഉണ്ടാക്കാം. അയ്യോ, എൻ്റെ കാറ്റ് പറഞ്ഞ അടുപ്പ് വരെ കെട്ടുപോകുന്നു. നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് അതിലേക്ക് ചീഞ്ചട്ടി വെച്ച് നമുക്ക് ഓയിൽ പറഞ്ഞു കൊടുക്കാം. ഞാൻ ഒരു സ്പൂൺ ഇത്തിരി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുള്ള ഇത്തിരി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ഒന്ന് തിളച്ച് പൊന്തി വരട്ടെ. പൊന്തല്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമ്മുടെ സേമിയ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇങ്ങോട്ട് മുരിച്ചെടുക്കാം. അത്രയ്ക്ക് മരിയണ്ട കേട്ടോ, അറിയാതെ പറഞ്ഞു പോയതാ. അപ്പം നമ്മുടെ സേമിയൊക്കെ ഇതുപോലെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് സേമിയ മാറ്റി വെച്ച് അയ്യോ എൻ്റെ പാല് പോയി. എന്നാലും കുഴപ്പമില്ല, പകുതി പാലേ പോയുള്ളൂ. സമാധാനം. ഫുള്ള് പാല് പോയ പണി കിട്ടിയേനെ. ഇനി നമുക്ക് പാല് തിളച്ച് വരുന്നവരെ കാത്തിക്കാം. അതാ പാലൊക്കെ തിളച്ച് വരുമ്പോൾ നമ്മുടെ സേമിയ ഇട്ട് കൊടുക്കാം. സേമിയ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം. നല്ലപോലെ ആവശ്യത്തിനില്ല പഞ്ചസാര ഇട്ട് കൊടുക്കാം. ലാലാ എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് കൂടുതൽ ഭാരി വെതറിയിടുകയാണ്. ഇനി നമുക്ക് നല്ലപോലെ ഇളക്കിയെടുക്കാം. പഞ്ചസാര കൂടിപ്പോയോ? കൂടില്ല, എൻ്റെ കൈ പുണ്യല്ലേ. അങ്ങനെയൊന്നുമില്ല. ഇനി നമുക്ക് കശുവണ്ടി പറിക്കണം. എന്നിട്ട് ഞാനിവിടെ കശുവണ്ടി മരെടുത്തു. എന്നിട്ട് കുലുക്കിപ്പിക്കും. അയ്യോ, എൻ്റെ കശുവണ്ടി താഴുന്നു. ഒന്ന് വീണു. എനിക്ക് 2 കിട്ടിയുള്ളൂ. 2 താഴെ വീണു, 2 എനിക്ക് കിട്ടുകയും ചെയ്തു. കണ്ടോ, ഇതുപോലെ പായസമായി വരുന്ന്. നമുക്ക് ഇളക്കാതെ കുത്തിരിക്കാം. ജസ്റ്റ് ഒന്ന് ഞാൻ ഇളക്കി നോക്കുന്നുണ്ടേ, ഇതെന്തോ പായസം എന്നറിയാൻ. കുറച്ചൊക്കെ ആയിട്ടുണ്ട്. അതിനായിട്ട് വന്ന് വരുമ്പോൾ നമുക്ക് അത് മാറ്റി വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കശുവണ്ടി മുന്തിരി വറുത്തെടുക്കാനേ.
ഞാൻ ഇപ്പോൾ കശുവണ്ടി കുറച്ചിരിക്കുന്നുള്ളൂ. മുന്തിരിയും കശുവണ്ടി കിട്ടിയിട്ട് വെച്ചിട്ട് ഞാൻ നുറുക്കി എടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ കഷ്ണാക്കി എടുത്തിട്ടുണ്ട്. എണ്ണ തിളച്ച് വരിക നോക്കാം. ഇനി നമുക്ക് എണ്ണ തിളച്ച് വരുമ്പോൾ മുന്തിരിയും കശുവണ്ടി ഇട്ട് നല്ല പോലെ വറുത്തെടുക്കാം. ഒന്ന് ചൂടായി വന്നാൽ മതിയേ. പൊട്ടി തെറിക്കുന്നു. തീയൊക്കെ കഴിക്കാവുന്നുണ്ട്. നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുക്കച്ചനും മിന്നുവിനും കൊടുക്കാം.